ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ 3G വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് തന്നെ വണ്ടി റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് വണ്ടി ശരി ഹാൻഡിൽ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. ഹാൻഡിലിൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ അത്രയും 100% നമുക്ക് പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് അതും കൂടി മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ്. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല ഈ സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാം. നല്ല ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ തന്നെയാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ ഒന്ന് യൂസ് ചെയ്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട്. വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് അയച്ചാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ബെൽറ്റൊക്കെ പെർഫെക്റ്റാണ്, നല്ല ബെൽറ്റാണ് എടുക്കുന്നത്. ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് യൂണിറ്റൊക്കെയാണത്. നിലവിൽ സാധാരണ തേമാനം ഉള്ളത്, വല്ല കംപ്ലീറ്റ് എന്ന് പറയാവുന്ന കണ്ടീഷനായിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ബെൻഡെക്സ് യൂണിറ്റൊക്കെ ആയാലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് പറഞ്ഞാൽ ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ മെയിനായിട്ട് വന്ന ഒരു യൂണിറ്റാണത്. അത് വെയിറ്റ് സെറ്റും റോളർ പിന്നെ കാര്യങ്ങളൊക്കെ വന്ന യൂണിറ്റ്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ പ്രോബ്ലം ഒന്നുമില്ല. അത് ചെറിയൊരു തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൈയോടെ തന്നെ അഴിച്ച് കൂട്ടത്തിൽ കിടന്ന് നമുക്ക് ഗ്രീസ് ചെയ്ത് വിടും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ക്ലച്ച് ഔട്ടർ യൂണിറ്റൊക്കെയാണ്, അതൊക്കെ ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാക്സിമത്തിലേക്ക് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബ്രേക്കിൻ്റെ കേബിളും പൊട്ടി നിൽക്കുന്നുണ്ട് ഈ സൈഡുണ്ട്. അപ്പോൾ അത് രണ്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടാക്കാം. കാരണം ഇതിപ്പോൾ വലിയ പ്രശ്നമല്ല. പക്ഷേ എങ്കിൽ കൂടി എന്താ പറ്റുമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പെട്ടെന്ന് ഔട്ടർ വലിയാൻ തുടങ്ങും. ഈ സൈഡും കട്ടായിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് ആ തുരുമ്പിട്ട് കിടണ്ട. അപ്പോൾ എന്ന് വെച്ചാൽ അത് കൈയോടെ മാറ്റി കളഞ്ഞില്ലെങ്കിൽ ലോഡായിട്ട് കിടന്ന് ഓടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയില്ല, ചിലപ്പോൾ ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക. അപ്പോൾ റിസ്ക് എടുക്കാമെന്നൊക്കെ ഉണ്ടോ. കൈയോടെ തന്നെ ബ്രേക്ക് ലൈനറും കേബിളും നമുക്ക് മാറ്റിയിടാം. ഈ കേബിൾ എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ ലിവറും തന്നെ അത് ഫ്രണ്ടിലേക്ക് പോകുന്നതും കംപ്ലൈൻ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ 2 കേബിളും കൂടി മാറ്റിയിട്ട് ലൈനർ മാറ്റിക്കഴിഞ്ഞാൽ ഭാഗം ഓക്കെ ആയിട്ട് പൊക്കുള്ളൂ. കിക്കറിൻ്റെ വീൽ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. വേറെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കൂടെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ചോക്ക് കേബിൾ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്ററിൻ്റെ കേബിളും 2 ബ്രേക്കിൻ്റെ കേബിളുമാണ് നമുക്ക് പ്രശ്നമായിട്ട് വന്നതാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ടർ വലിഞ്ഞേക്കുന്നുണ്ട്. ഇതേപോലെ വലിഞ്ഞേ നിൽക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഈ ലെങ്ത്തിൽ നിൽക്കേണ്ട കേബിളാണ്, ഇതേപോലെ നിൽക്കേണ്ട കേബിളാണ്. ഇത് ഔട്ടർ വലിഞ്ഞു പോയേക്കാം. അപ്പോൾ ആ 2 ബ്രേക്കിൻ്റെ കേബിളുകളും മാറ്റിയതിന് ശേഷം ബ്രേക്സ് മാറ്റിയിടുമ്പോൾ ഓക്കെ ആയിക്കോളും. അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞ ഇടയ്ക്ക് റേസിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി റെഡിയാക്കി ഇടാം. ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാം. ഹാൻഡിലിൻ്റെ ബെയറിങ് ഞാൻ പറഞ്ഞല്ലോ, ഹാൻഡിലിൻ്റെ റൊട്ടേഷൻ ചെയ്യുന്ന ഭാഗത്തുള്ള ബെയറിങ്ങാണ് കംപ്ലയിൻറ്റ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പൊക്കെ ഇട്ട് ഇരിക്കണേ. അതുകൊണ്ടാണ് ആ ടൈറ്റ് കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് ഇതേപോലെ ഫോർക്ക് ഫുള്ളായിട്ട് അഴിക്കണം. അത് അഴിച്ചിട്ട് അതിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ വന്ന കോളർ ബുഷ് ചെറിയൊരു തേമാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കോളർ മാത്രം മാറ്റി നമുക്കൊന്ന് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് നമുക്ക് പുതിയ പ്ലഗ് എടുക്കാം, ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അത്യാവശ്യം പൊടി കയറി ബ്ലോക്ക് ആയിട്ടുണ്ട്. ഫോം ടൈപ്പാണ്, ഏകദേശം ഒരു 50 താഴേക്ക് കോസ്റ്റ് വന്നുള്ളൂ. അത് നമുക്ക് അവിടെ മാറ്റിയിടാം. എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, സെക്കൻഡറി ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ബ്രേക്കിൻ്റെ കേബിൾ അണ്ടർ മാറുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് ഫ്രണ്ട് ബോൾ റൈസർ മാറുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ സെറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് കേബിൾ ഇതിൻ്റെ കേസ് പറഞ്ഞല്ലോ, ബ്രേക്ക് ലൈനറിൻ്റെ കേസ് പറഞ്ഞല്ലോ, അതും ആക്സിലേറ്ററുള്ളൂ. അത്ര കേസ് നമുക്ക് അത് ഉൾക്കൊള്ളിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. എന്തായാലും കുറച്ച് ലേറ്റാവും, കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഒരല്പം താമസിച്ചാൽ തീരുള്ളൂ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് കൂടി കഴിയുന്നതിൻ്റെ ഇടയിൽ ആ ആപ്പിൽ വിളിക്കാം. അപ്പോൾ വന്നാൽ മതി കേട്ടോ. കാരണം ഞാൻ എന്നാലാണ് നമുക്കത് 100% അല്ലെങ്കിൽ പിന്നെ വന്നവിടെ നമ്മൾ നിൽക്കേണ്ടതായിട്ടൊക്കെ വരും. എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വിളിക്കാം, വന്നിട്ട് വന്നാൽ മതി.